ഇന്ന് ക്രിസ്മസ് ഡേ ആണ്. ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഈങ്ങാപ്പുഴ ഒത്തുകൂടാൻ തീരുമാനിച്ചു. ഞങ്ങൾ പള്ളിയിലെത്തി നിസ്കരിച്ച് കഴിഞ്ഞപ്പോഴേക്കിനും എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് നെല്ലിപ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. കോടഞ്ചേരിയിൽ നിന്ന് കുറച്ചും കൂടി ഉള്ളോട്ട് പോയാൽ നാരങ്ങത്തോട് എന്നൊക്കെ പറയുന്ന ഒരു കായുണ്ട്. ഒരു വെള്ളച്ചാട്ടമല്ല, ഒരു ചെറിയ ഒരു തോട് പോലെയും അവിടെ ഒരു കായൊക്കെ ഉണ്ട്. അവിടെ കുടിക്കാനൊക്കെ പോവാണ്. ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. ഇന്ന് ഡ്യൂട്ടി ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും സൗകര്യമൊക്കെ നോക്കി അസ്ർ നിസ്കാരത്തിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് ലേറ്റായി, 1 മണിക്കൂറോളം ഞങ്ങൾ ലേറ്റായി. എന്നാലും നമ്മളവിടെ 5 മണിക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നോക്കുമ്പോൾ ഇവിടെ കുറേ ആളുകൾ നിൽക്കുന്നത് കാണുന്നു. ഇവർ കഴിഞ്ഞ് കയറിയതാണെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഇറങ്ങുന്നുണ്ടായിരുന്നു ഇവർ. ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ചെന്നപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച ഒരുപാട് വേദനിപ്പിക്കുന്നതായിരുന്നു. ഇവിടെ നിറച്ചു ആളുകൾ, നമുക്ക് എവിടെ ഇറങ്ങാൻ പറ്റാത്ത പോലെ. ഞാൻ അവരുടെ പ്രൈവസി ആയതുകൊണ്ടാണ് അങ്ങോട്ടൊന്നും വീഡിയോ എടുക്കാത്തത്. മണിയാകുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതൊക്കെ കണ്ട് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നീന്താൻ അറിയുന്നവരായാലും അറിയാത്തവരായാലും ഇപ്പം നല്ല തണുപ്പുള്ള സമയമാണ്. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. കുറേ ഇങ്ങനെ നീന്തി കഴിയുമ്പോൾ കാലും കൈയൊക്കെ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങളിവിടെ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഒരു 16 വയസ്സുള്ള കുട്ടി ഇവിടെ മുങ്ങി മരിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വരിക. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് പള്ളികളും വീടുകളൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാസിമാമൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളെത്തുമ്പോൾ തന്നെ ഇവരെല്ലാവരും എത്തി നിൽക്കുന്നുണ്ട്. ഇവിടെ ഓരോരുത്തരായിട്ട് മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി പോയി. കൂടുമ്പോൾ ഇമ്പമുള്ളതിനാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. ഭക്ഷണമൊന്നും നമുക്ക് ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് പിന്നെ എല്ലാവരും ഡാൻസും പാട്ടുമായി. ഉമ്മമ്മനെ കരോക്കയ്ക്ക് അനുസരിച്ച് പാട്ട് പഠിപ്പിക്കണം മാമൻ. ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയാൽ ഒരു കേക്ക് കട്ടിങ് അത് നിർബന്ധമാണ്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇവരെല്ലാവരും ഇന്ന് അവിടെ നിന്ന് നാളെ ഒരു ട്രെക്കിങ്ങിനൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്.